ഇമ്പോർട്ടന്റ് കാര്യം അറിയിക്കാനുള്ള വീഡിയോ ആണിത്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്നറിയാം. അപ്പോൾ 31നും 1-ാം തീയതിക്കും നമ്മുടെ കൊച്ചിയിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വരുന്നവരാണ് ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്രാവശ്യം കൊച്ചിയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്. സാധാരണ എല്ലാ കൊല്ലങ്ങളിലും ഉള്ള പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്. പക്ഷേ കുറച്ചധികം മാറ്റങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. 1-ാം തീയതി ഉള്ള കൊച്ചിൻ കാർണിവലും ഇപ്രാവശ്യം നടത്തുന്നില്ല. അത് 2-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ 12 മണിക്ക്, അതായത് 31ന് രാത്രി 12 മണിക്ക് നമ്മൾ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കുന്ന പപ്പാഞ്ഞി ഇപ്രാവശ്യം അവിടെ കത്തിക്കുന്നില്ല. അതിന് പകരമായിട്ട് വെളി ഗ്രൗണ്ടിലാണ് പപ്പാഞ്ഞിനെ കത്തിക്കുന്നത്. നമ്മുടെ കൊച്ചിയിൽ ദൂരെ നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം തോപ്പുംപടി പാലം വഴിയും പിന്നെ വൈപ്പിൻ റോറോ വഴിയുമാണ് നമ്മുടെ കൊച്ചിയിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇതില് തോപ്പുംപടി പാലം പല വർഷങ്ങളായിട്ട്, കുറച്ച് മുന്നത്തെ വർഷങ്ങളിൽ തുടങ്ങിയതാണ്. 2 മണി വരെ ഉള്ളൂ അതിൽ വാഹനങ്ങൾ കൊച്ചിയിലേക്ക് കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ കൊച്ചിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ ആ സമയത്തിന് മുന്നേ കൊച്ചിയിലേക്ക് എത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റോറോയിലാണെങ്കിൽ, റോറോയിൽ വരുന്നവരുടെ 2 വീലേഴ്സ് വൈപ്പിൽ നിർത്തിയിട്ട് ആൾക്കാരെ മാത്രമേ കൊച്ചിയിലേക്ക് എൻട്രൻസ് ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വരുന്നവർ, ഈ 2 വഴി വരുന്നവർ ശ്രദ്ധിക്കുക. പരമാവധി 2 വീലേഴ്സ് കൊണ്ടുവരിക. കാരണം വല്ലാത്ത റഷും വളരെ ക്രൗഡുമാണ് ഈ സമയത്ത് കൊച്ചിയിലുള്ളത്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി നിങ്ങൾ വരുമ്പോൾ 2 വീലേഴ്സ് പ്രിഫർ ചെയ്യുക. അടുത്തുള്ളവരാണെങ്കിൽ കാൽനടയായിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുക. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ കൊച്ചിയിൽ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.